കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ ഇടുക്കി കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അലീഷയും കുറ്റക്കാർ. ഇരുവർക്കുമുള്ള ശിക്ഷ അല്പസമയത്തിനകം തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കും. 11 വർഷം മുൻപാണ് 5 വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ ശരീരം തളർന്നുപോയിരുന്നു. ഷെഫീഖിനെ പരിചരിക്കുന്ന ആയ രാഗിണിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. സന്തോഷമുണ്ട്. അവൻ എന്തോരം വേദനിച്ചോ, അവൻ എന്തോരം പുറലോകമായിട്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്നോ, അവൻ എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ജന്മത്തിൽ വന്നു. അപ്പം അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ഒരു അർഹതപ്പെട്ട ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ശിക്ഷയിലും ഈ കേരളത്തിലെ ഈ മക്കളെ വേദനിപ്പിക്കൽ, കൊല്ലൽ, അടിക്കൽ, പൊള്ളിക്കൽ ഇതോടുകൂടി നിർത്തണം. വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കേസാണ്. അതിലാണിപ്പോൾ ശിക്ഷാവിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന വാർത്ത വരുന്നത്. ഇതിനോടകം തന്നെ ഇതിൽ നേരത്തെ പ്രതിചേർക്കപ്പെട്ട 2 പേരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ്, എപ്പോഴായിരിക്കും വിധി? പ്രജിൻ, ഏറ്റവും പുതിയ വാർത്ത, കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോടതിയിലേക്ക് ഇപ്പോൾ പ്രതികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ലഞ്ച് ബ്രേക്കിനെ പിരിഞ്ഞതാണ്. ജഡ്ജ് അല്പസമയത്തിനകം കോടതി മുറിയിൽ എത്തും. അഭിഭാഷകരടക്കമുള്ളവർ ഇപ്പോൾ കോടതി മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം വിധി പ്രഖ്യാപനമുണ്ടാകും. അതിനി പരമാവധി ഒരു 5 മിനിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം 2 മണിയോടുകൂടി വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. അത് ഒരല്പം കൂടി നീണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകും, അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. നേരത്തെ ഇരുവരെയും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. തൊഴുകൈകളോടെ അവർ കോടതി മുൻപാകെ എത്തി അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ നിലവിൽ എന്തായാലും കോടതി മുൻപാകെ അവർക്കെതിരായി ചുമത്തിയിരുന്ന വകുപ്പുകൾ, അതിൽ 323, 326, 307 വധശ്രമമടക്കമുള്ള വകുപ്പുകളുണ്ട്. 4.5 വയസ്സുള്ള കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ച്, തലക്കടക്കം മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. അത്രയധികം മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, അത് ദൃക്സാക്ഷികളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടതിക്ക് മെഡിക്കൽ രേഖകളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യത്തിനാണ്. 11 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി പറയുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രതികൾക്ക് മറ്റു മക്കളുണ്ടെന്നും അപസ്മാരമുള്ള കുട്ടി കട്ടിലിൽ നിന്നും വീണപ്പോഴുണ്ടായ പരിക്കുകളാണെന്നും ശരീരത്തെ പൊള്ളലുകൾ സ്വയം ഉണ്ടാക്കിയതാണെന്നും എന്നുമുള്ള വാദങ്ങൾ ഇന്നും പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ദയ അർഹിക്കാത്ത കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം. അല്പസമയത്തിനകം കോടതിയിൽ ഈ നരാധമ പ്രവൃത്തി ചെയ്ത 2 പേർക്കുമുള്ള ഈ ശിക്ഷാവിധി ഉണ്ടാകും. എന്താകും അതെന്ന് കാത്തിരിക്കുകയാണ് കേരളം. അല്പസമയത്തിനകം അത് 24-ലൂടെ നമുക്ക് നൽകാൻ സാധിക്കും. ശരി ശ്രീകാന്ത്, കോടതിയിൽ നിന്നും വിധി ഉണ്ടാകുന്ന മുറയ്ക്ക് ശ്രീകാന്തിലേക്ക് വീണ്ടും എത്താം.